മറ്റൊരു ക്രിസ്മസ് കൂടി സമാഗതമാകുകയാണ്. 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സ്നേഹത്തിൻ്റെ പ്രവാചകൻ തൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു ശിശുവായി ജനിച്ചതിൻ്റെ മധുരസ്മരണയാണ് ക്രിസ്മസ്. ലോകത്തിലെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നതിനും ലോകത്തെ അതിൻ്റെ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതിനുമാണ് യേശുക്രിസ്തു അവതരിച്ചത്. ലോകത്തിൽ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും വലിയ സന്ദേശം കൊണ്ടുവരികയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനന ലക്ഷ്യം. നക്ഷത്രവിളക്കുകളും പൂക്കളും പ്രകൃതിയുമെല്ലാം ഉണ്ണിയേശുവിൻ്റെ വരവിനായി കാത്തിരുന്ന ഡിസംബറിലെ കുളിരുള്ള പാതിരായിൽ താഴ്മയുടെ പ്രതീകമായ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പ്രിയപുത്രൻ യേശുദേവൻ മനുഷ്യ മനസ്സുകളിൽ ശാന്തിയും പ്രതീക്ഷയും പകർന്നുകൊണ്ട് ക്രിസ്മസ് വീണ്ടും സമാഗതമാകുകയാണ്. ഈ കാലഘട്ടത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് അശാന്തിയും അസംതൃപ്തികളും പരസ്പര മാത്സര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ പ്രവാചകൻ്റെ വരവ് വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് നന്മയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പുതിയ സന്ദേശങ്ങൾ എത്തിക്കുന്നു. കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരി വരെ മനുഷ്യസ്നേഹത്തിൻ്റെ ജ്വലിക്കുന്ന പ്രതീകമായി സ്നേഹത്തിൻ്റെ വിളക്കുമായി നടന്നുപോയ മഹാനുഭാവൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ മറ്റൊരു ക്രിസ്മസ് കൂടി മിഴി തുറക്കുകയാണ്. എല്ലാവർക്കും ഹൃദയംഗമമായ എൻ്റെ ക്രിസ്മസ് ആശംസകൾ.